US നാടുകടത്തൽ ഭീഷണി ഭയന്ന് പതിനായിരക്കണക്കിന് പൗരന്മാരല്ലാത്തവർ അമേരിക്കയിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. നാടുകടത്തൽ ഭീഷണി ഉള്ളതും എന്നാൽ നിലവിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തടങ്കലിൽ അല്ലാത്തതുമായ 1.4 ദശലക്ഷത്തിലധികം പൗരന്മാരിൽ 40,000 ചൈനീസ് പൗരന്മാരാണ് ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്നത്. കൂടാതെ നിലവിൽ 14,45,549 വിദേശ പൗരന്മാർ ICEയുടെ തടവിലാക്കപ്പെടാതെ ഡോക്കറ്റിലുണ്ടെന്നും 2024 നവംബർ 24 വരെ നീക്കം ചെയ്യാനുള്ള അന്തിമ ഉത്തരവുകളുണ്ടെന്നും എന്നാൽ നാടുകടത്തൽ ഭീഷണി ഭയന്ന് ആളുകൾ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തടങ്കലിൽ വയ്ക്കാതെ ഡോക്കറ്റിൽ ഉള്ളവരെ നീക്കം ചെയ്യാനുള്ള അന്തിമ ഉത്തരവുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഈ നടപടികളിലൂടെ കടന്നു പോകുന്ന ICE കസ്റ്റഡിയിലില്ലാത്ത പൗരന്മാരല്ലാത്തവരും ഇതിൽ ഉൾപ്പെടുന്നു. നിലവിൽ 7 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ ഡോക്കറ്റിൽ കഴിയുന്നത്. അതിൽ ഫെഡറൽ, സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് തടവിലാക്കിയവരും ICE ഇല്ലാത്തവരും ഉൾപ്പെടുന്നു. അതേസമയം ICE കാനഡയിലുള്ളവർ കസ്റ്റഡിയിലെടുത്ത ഡോക്കറ്റിലാണ് ഉള്ളത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മെക്സിക്കോയിൽ 2,52,044 പേരും, ഗ്വാട്ടിമാലയിൽ 2,53,413, ഹോണ്ടുറാസ് 2,61,651, എൽ സാൽവഡോർ 2,03,822 പേര്, അതിൽ 37,908 പൗരന്മാരാണ് ഉള്ളത്. ഇവരെ നീക്കം ചെയ്യാനുള്ള അന്തിമ ഉത്തരവുകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഹെയ്തി 32,363, ഇറാൻ 2,618, പാകിസ്ഥാൻ 776, ഉസ്ബെക്കിസ്ഥാൻ 975, വെനസ്വേല 22,749 എന്നിവയാണ് മറ്റ് രാജ്യങ്ങളിലുള്ളവരുടെ കണക്ക്. അതേസമയം US-ന്റെ ഭൗമരാഷ്ട്രീയ ശത്രുവാണ് ചൈന. ആയതിനാൽ തന്നെ US-ലേക്ക് നുഴഞ്ഞു കയറുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളിൽ നിന്ന് ചാരപ്രവർത്തനത്തിനോ സൈബർ ആക്രമണത്തിനോ സാധ്യതയുണ്ടെന്ന് റിപ്പബ്ലിക്കന്മാർ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ ചൈനയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ കാലിഫോർണിയയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് ആയുധങ്ങൾ കയറ്റി അയച്ചതായി നീതിന്യായ വകുപ്പ് നേരത്തെ ആരോപിച്ചിരുന്നു. കൂടാതെ നിയമനിർമ്മാതാക്കൾ ദേശീയതകളുടെ തകർച്ചയും അവരെ നാട് കടത്തുന്നത് ബുദ്ധിമുട്ടുള്ള പല കാരണങ്ങളും ഉയർത്തിയിരുന്നു. തടങ്കലിൽ വയ്ക്കാത്ത ഡോക്കറ്റിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 2021 സാമ്പത്തിക വർഷത്തിൽ 3.7 ദശലക്ഷത്തിൽ നിന്ന് 2022 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4.8 ദശലക്ഷമായി ഉയർന്നിരുന്നു. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ 7 ദശലക്ഷത്തിലധികമായി. കൂടാതെ തടങ്കലിൽ വയ്ക്കാത്ത ഡോക്കറ്റുകളിൽ പലരും സമീപകാലങ്ങളിൽ വന്നവരാണെങ്കിലും മറ്റുള്ളവർ പതിറ്റാണ്ടുകളായി രാജ്യത്ത് തുടരുന്നവരാണ്. എന്നാൽ നീക്കം ചെയ്യാനുള്ള അന്തിമ ഉത്തരവുകൾ ICEക്ക് കഴിയാതിരിക്കാൻ നിരവധി കാര്യങ്ങൾ ഉണ്ട്. അതിലെ പ്രധാന കാരണം അവയിൽ അപ്പീലുകളും നാടുകടത്തൽ സംരക്ഷണത്തിന്റെ മറ്റൊരു രൂപത്തിലുള്ളവരും ഉൾപ്പെടുന്നു എന്നതാണ്. കൂടാതെ തടങ്കലിൽ വയ്ക്കാനുള്ള ആൾട്ടർനേറ്റീവ് പ്രോഗ്രാമുകളിലുള്ളവയിൽ ഇതിലും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം പൗരന്മാരല്ലാത്ത ആളുകൾക്ക് അഭയം, നീക്കം ചെയ്യൽ, തടഞ്ഞു വയ്ക്കൽ അല്ലെങ്കിൽ പീഡനത്തിനെതിരായ സംരക്ഷണം എന്നിവ ഉൾപ്പെട്ടേക്കാവുന്ന ഒരു തരത്തിലുള്ള ആശ്വാസം പിന്തുടരാമെന്നും ഒരു പൗരനല്ലാത്ത വ്യക്തിക്ക് നീക്കം ചെയ്യലിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിച്ചാൽ പിന്നെ നീക്കം ചെയ്യൽ നടപ്പിലാക്കാൻ ICEക്ക് കഴിയില്ല എന്നും ചിലർ അഭിപ്രായപ്പെട്ടു. കൂടാതെ മടങ്ങിയെത്തുന്ന പൗരന്മാരുടെ വിമാനങ്ങൾ പല രാജ്യങ്ങളും സ്വീകരിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇത് 15 രാജ്യങ്ങളെ നിസ്സഹകരണം എന്ന് ലേബൽ ചെയ്യപ്പെട്ടു. ഭൂട്ടാൻ, ബർമ, ക്യൂബ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എറിത്രിയ, എത്യോപ്യ, ഹോങ്കോങ്, ഇന്ത്യ, ഇറാൻ, ലാവോസ്, പാകിസ്ഥാൻ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, റഷ്യ, സൊമാലിയ, വെനസ്വേല എന്നിവയാണ് ആ രാജ്യങ്ങൾ. കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ തടങ്കിലാക്കാനും നീക്കം ചെയ്യാനുമുള്ള ICEയുടെ ഉത്തരവ് ബൈഡൻ ഭരണകൂടത്തിന് തിരിച്ചടിയായെന്ന് ഹൗസ് ഹോംലാൻഡ് സെക്യൂരിറ്റി കമ്മിറ്റിയായ ചെയർ മാർക്ക് ഗ്രീൻ ആരോപിച്ചിരുന്നു.